ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയുടെ പുതിയ വിവരങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച വാർത്തയുടെ തുടർച്ച നൽകുന്നതിന് വേണ്ടി അഭിന ചേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിനായി INS സൂറത്ത് ഇപ്പോൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാ ദൗത്യങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. INS സൂറത്ത് ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 പേരെ കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള രക്ഷാ ദൗത്യവും ഇതിനോടകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നുണ്ട്. ബേബി മെമ്മോറിയൽ ആശുപത്രി ആവട്ടെ, ഈ മംഗലാപുരം ഭാഗത്തുള്ള ആശുപത്രികളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. അവിടെ ബേണിംഗ് ICU അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ ഉള്ള സാധനങ്ങൾ ഏകദേശം ഇപ്പോൾ ചെറിയ തോതിൽ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൽ ആസിഡുകൾ, ലിഥിയം ബാറ്ററി, ഗൺ പൗഡർ, ടർപ്പന്റൈൻ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. വലിയ വിഷപദാർത്ഥങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്ക തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ ഈ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളുടെ പേര് ഒരിക്കൽ കൂടി പറയാം. ആസിഡുകൾ, ലിഥിയം ബാറ്ററി, ഗൺ പൗഡർ, ടർപ്പന്റൈൻ എന്നിവയാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ആശങ്ക ഇപ്പോൾ ഉളവാക്കുന്നുണ്ട്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കപ്പലുകൾ തെന്നി മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് ഈ ഒഴുക്കിലേക്ക് തീ പടർന്നതിനോടൊപ്പം തന്നെ വലിയൊരു ഒഴുക്കുമുണ്ട്. ഈ ഒഴുക്കിലേക്ക് തെന്നി വീഴുന്നതും, അതായത് കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകുന്നു എന്നാണ് നാവികസേന അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തീയണയ്ക്കൽ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നാവികസേന ഇപ്പോൾ അറിയിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ INS സൂറത്ത് ഇപ്പോൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ രക്ഷാദൗത്യം പൂർണ്ണമായും നടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഒന്നല്ലെങ്കിൽ ബേപ്പൂരിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ ഒരു പക്ഷേ ഈ അപകടം പറ്റിയ ആളുകളെ എത്തിക്കും. ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഈ മംഗലാപുരം ഭാഗത്തേക്ക് ഈ കപ്പല്, അതായത് അപകടം നടന്ന സ്ഥലത്ത് നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് ഏകദേശം 1 മണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മംഗലാപുരത്തേക്ക് തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ബേപ്പൂർ പോർട്ടിൽ ഇപ്പോഴും ഏകദേശം 10 ആംബുലൻസുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടേക്ക് എത്തിക്കുമോ അല്ലെങ്കിൽ നേരിട്ട് മംഗലാപുരത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുമോ എന്നുള്ള വിവരമാണ് ഇനി ലഭിക്കാനുള്ളത്. ഈ കപ്പലിലുള്ളത് സിങ്ക് ഓക്സൈഡ് അടക്കമുള്ളവ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സിങ്ക് ഓക്സൈഡിന് പുറമെ വിഷപദാർത്ഥങ്ങൾ, പെട്ടെന്ന് തീപിടിക്കുന്ന രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഉണ്ട്. അതിൻ്റെ വിവരങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.